നാം ഇന്നായിരിക്കുന്ന ഈ ലോകത്തെ മുഴുവൻ ഗ്രസിപ്പിച്ചിരിക്കുന്ന ഒരു വിപത്താണ് ഈഗോ. എല്ലാം എൻ്റേത്, എല്ലാം എനിക്ക് കഴിയും എന്നുള്ള ചിന്ത. സ്വയത്തെ മാത്രം സ്നേഹിക്കുകയും സ്വന്തം അക്കംപ്ലിഷ്മെൻറ്റ്സിൽ അഹംഭാവം കൊള്ളുകയും ചെയ്യുന്ന സ്വഭാവം. ഞാനാണ് വലിയവൻ എന്ന ചിന്ത കാരണം ഒരു ഭവനത്തിൽ തന്നെ പരസ്പരം അംഗീകരിക്കാനും കേൾക്കുവാനും കഴിയാത്ത അവസ്ഥ. ജോലി സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവരുടെ കഴിവുകളെ മനസ്സിലാക്കാനും പറ്റാത്തത് ഈഗോയുടെ ഭാഗമാണ്. ഇതൊക്കെ കാരണം മനുഷ്യരുടെ ഇടയിൽ മതിലുകൾ ഉയരുകയും ജീവിതത്തിൽ നിന്ന് യഥാർത്ഥ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ വകയിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? മനുഷ്യ ചരിത്രമെടുത്ത് നോക്കിയാൽ താഴ്മയുടെയും ത്യാഗത്തിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുക്രിസ്തു. ഒരു തെറ്റും ചെയ്യാതെ സകല മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ ശിക്ഷ അനുഭവിച്ചു. തന്നെ ക്രൂശിച്ച പടയാളികൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. ഈ യേശുവിനെ നാം നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ, നമ്മുടെ സ്വഭാവം യേശുവിൻ്റെ സ്വഭാവമായി തീർന്നാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. മറ്റുള്ളവരെ നമുക്ക് നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാൻ കഴിയും. ഇപ്രകാരം നമ്മുടെ ജീവിതം മാറിയാൽ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.